ഡ്രോൺ ക്യാമറകളിലൂടെ ഇനി കാഴ്ചകൾ കാണാം. അതാണ് പർവ്വതമാല പദ്ധതിയിലൂടെ കേരളത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ തുടർച്ചയായ സാന്നിധ്യമുള്ള സംസ്ഥാനമാണ് നമ്മുടേത്. ഈ സംസ്ഥാനത്ത് ഏറ്റവും വിജയകരമായി നടപ്പാക്കാവുന്ന ടൂറിസം പദ്ധതിയും യാത്രാ പദ്ധതിയുമാണ് റോപ്പ് വേകൾ. കേരളത്തിന്റെ പ്രത്യേക ഭൂമിശാസ്ത്രത്തിന് അനുയോജ്യമായ വികസനം പ്രയാസമാണെന്നായിരുന്നു ഏറെക്കാലം നാം വിശ്വസിച്ചിരുന്നത്. എന്നാൽ കുറച്ചു കൊല്ലങ്ങൾക്കിടയിൽ ഈ ചിന്താഗതി മാറി. മലയോരത്തും ഇടനാട്ടിലും തീരപ്രദേശത്തും ഒരുപോലെ വികസനം സാധ്യമാണെന്ന് നാം കണ്ടുപിടിച്ചു. മലയോര പാത എന്ന പേരിൽ സർവസജ്ജമായ ഒരു തുടർപാത തയ്യാറാകുന്നു. ഇടനാട്ടിലാകട്ടെ NH-66 അടക്കമുള്ള നിരവധി പാതകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. തീരദേശപാതയും വൈകാതെ നടപ്പിലാക്കും. മറ്റൊന്ന് ജലപാതകളാണ്. ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണാത്ത തരത്തിലുള്ള ഒരു യാത്രാ സൗകര്യം ഇങ്ങനെ കേരളത്തിന് സ്വന്തമാകും. ഇതിനെല്ലാം പുറമെയാണ് വരാനിരിക്കുന്ന 24 റോപ്പ് വേകൾ. ഇവ മലമ്പ്രദേശങ്ങളിൽ യാത്രാ സൗകര്യം വലിയ തോതിൽ മെച്ചപ്പെടുത്തും. 2023 മാർച്ച് മാസത്തിൽ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ റോപ്പ് വേ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരുന്നു. റോപ്പ് വേ പദ്ധതികൾ സംസ്ഥാനങ്ങളാണ് നടപ്പാക്കേണ്ടതെങ്കിലും കേന്ദ്രം അവക്ക് സഹായങ്ങൾ ചെയ്യും. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും റോപ്പ് വേ പദ്ധതിക്കുള്ള പ്രപ്പോസലുകൾ ലഭിച്ചിട്ടുണ്ട്. നിതിൻ ഗഡ്കരി ലോക്സഭയിൽ നൽകിയ മറുപടിയിൽ കേരളത്തിലെ 24 റോപ്പ് വേ പദ്ധതികളെക്കുറിച്ച് പറയുന്നുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും റോപ്പ് വേകൾ നടപ്പിലാക്കും. ഈ പട്ടികയിൽ ഒന്നാമതായി പറയുന്നത് വയനാട് ജില്ലയിലെ അടിവാരം മുതൽ കോഴിക്കോട് ജില്ലയിലെ ലക്കിടി വരെ നീളുന്ന റോപ്പ് വേ പദ്ധതിയെക്കുറിച്ചാണ്. പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിലൊന്നിനും മുകളിലൂടെ കേബിൾ കാറുകളിലിരുന്ന് യാത്ര ചെയ്യുക അസാധ്യമായിരിക്കും കാഴ്ച. നമ്മുടെ സ്വന്തം കണ്ണുകൾ തന്നെ ഡ്രോൺ ക്യാമറകളായി മാറും. നേരത്തെ വയനാട് ചേംബർ ഓഫ് കൊമേഴ്സ് ഈ പദ്ധതി മുമ്പോട്ട് വെച്ചിരുന്നു. 3.5 കിലോമീറ്റർ റോപ്പ് വേയാണ് പദ്ധതി ഇട്ടിരുന്നത്. അടിവാരവും ലക്കിടിയും തമ്മിലുള്ള റോഡ് ദൂരം 23 കിലോമീറ്ററാണ്. ഇതാണ് 3.5 കിലോമീറ്ററായി താഴുക. പറശ്ശിനിക്കടവ് ബസ് സ്റ്റോപ്പ് മുതൽ ക്ഷേത്രം വരെയുള്ള ദൂരത്തേക്ക് ഒരു റോപ്പ് വേ പണിയുന്നതാണ് മറ്റൊരു പദ്ധതി. കുടിയാൻമല മുതൽ പൈതൽമല വരെ റോപ്പ് വേ പണിയാനും വലിയ സാധ്യതയുണ്ട്. ഇതും കേന്ദ്രം നിർദ്ദേശിക്കുന്ന 24 പദ്ധതികളിൽ പെടുന്നു. കണ്ണൂരിലെ പാലക്കയം തട്ട് മുതൽ പൈതൽമല വരെയുള്ള ദൂരം നിലവിൽ 23.5 കിലോമീറ്ററാണ്. ഇത് 7-1 കുറയ്ക്കും റോപ്പ് വേ. കണ്ണൂരിൽ തന്നെ 44 മൈൽ മുതൽ അമ്പയാം തോട് വരെയുള്ള ദൂരത്തിൽ ഒരു റോപ്പ് വേ പണിയാൻ കേന്ദ്രത്തിന്റെ പർവ്വതമാല പദ്ധതിയിൽ നിർദ്ദേശമുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇനി നദികൾക്ക് കുറുകെയും റോപ്പ് വേകൾ വരുമ്പോൾ കാഴ്ചകൾ അതിമനോഹരമായിരിക്കും. തവനൂർ നവാമുകുന്ദ ക്ഷേത്രത്തിൽ നിന്ന് നിള നദിക്കപ്പുറമുള്ള തവനൂർ ബ്രഹ്മദേവ ക്ഷേത്രത്തിൽ എത്തണമെങ്കിൽ നിലവിൽ ചമ്രവട്ടം പാലം കടന്ന് 16 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. നിള നദിക്ക് കുറുകെയാണ് കേന്ദ്രം റോപ്പ് വേ പണിയാൻ ഉദ്ദേശിക്കുന്നത്. വെറും 1.5-2 കിലോമീറ്ററിനുള്ളിൽ നിൽക്കും ഈ റോപ്പ് വേ. സമയലാഭം വലുത്. 2 ക്ഷേത്രങ്ങളിലേക്കും തീർത്ഥാടന ടൂറിസം വളരുകയും ചെയ്യും. തിരുവനന്തപുരം കല്ലാറിൽ നിന്ന് പൊന്മുടിയിലേക്ക് ഒരു റോപ്പ് വേ കേന്ദ്രത്തിന്റെ ആലോചനയുണ്ട്. വേളി മുതൽ ശംഖുമുഖം വരെ നീളുന്ന റോപ്പ് വേയാണ് മറ്റൊന്ന്. പമ്പയിൽ നിന്ന് സന്നിധാനത്തെത്താൻ നിലവിൽ നടത്തമാണ് ശരണം. പിന്നെയുള്ള മാർഗം ഡോളികളാണ്. അത് മനുഷ്യാധ്വാനമാണ്. ഭാവിയിൽ ഈ പാതയിൽ റോപ്പ് വേകൾ വരും. ശബരിമലയിലെ തിരക്ക് കുറയില്ലെങ്കിലും യാത്രാ സൗകര്യം കൂടും എന്നുറപ്പ്. ശാരീരിക വിഷമതകളുള്ളവർ കൂടുതലായി മലയിൽ എത്തിച്ചേരും. തീർത്ഥാടന ടൂറിസം സ്ഫോടനാത്മകമായി വളരുമെന്ന് ചുരുക്കം. ഗവിയിൽ നിന്ന് വള്ളക്കടവിലേക്ക് ഒരു റോപ്പ് വേ ആയാലോ? അതും സംഭവിക്കാൻ പോവുകയാണ്. അതിനകം തന്നെ മികച്ചൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വളർന്നു കഴിഞ്ഞ വർക്കലയിൽ കാപ്പിൽ ബീച്ചിൽ നിന്ന് പള്ളിക്കര ബീച്ചിലേക്കാണ് മറ്റൊരു റോപ്പ് വേ പദ്ധതി ആലോചനയുള്ളത്. റോസ്മലയിൽ നിന്ന് തെന്മലയിലേക്ക് വേറൊരു റോപ്പ് വേ സഞ്ചരിക്കും. മലയാളികളുടെ കാഴ്ചാനുഭവങ്ങളെ മാറ്റിമറിക്കുന്ന മറ്റൊരു റോപ്പ് വേ വരാൻ പോകുന്നത് ഇടുക്കി ഡാമിന്റെ മുകളിൽ നിന്നും കാൽവരി മൗണ്ടിലേക്കുള്ളതാണ്. കിടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടുക്കിയിലെ കല്ലാറിൽ നിന്ന് പരുന്തുംപാറയിലേക്കും ഒരു റോപ്പ് വേ വരും. മറ്റൊന്ന് പൊന്മുടിയിൽ നിന്ന് പന്നിയാർകുട്ടിയിലേക്കുള്ള റോപ്പ് വേയാണ്. കേരളത്തിലെ അന്തർദേശീയ ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ മൂന്നാറിൽ മാട്ടുപ്പെട്ടിയിൽ നിന്ന്
വട്ടവടയിലേക്ക് ഒരു റോപ്പ് വേ പദ്ധതിയുണ്ട്. ഇടുക്കിയിൽ തന്നെ ഒറ്റ കാതൽമേട് വ്യൂ പോയിന്റിൽ നിന്ന് കുരിശുമലയിലേക്കും റോപ്പ് വേ പദ്ധതി നടപ്പാക്കും. ഇല്ലിക്കൽമേട്ടിൽ നിന്ന് ഇലവീഴ പുഞ്ചിറയിലേക്കാണ് മറ്റൊരു റോപ്പ് വേ ആലോചനയുള്ളത്. തൃശൂർ ജില്ലയിലെ അതിരപ്പള്ളിയിൽ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എതിർവശത്തുള്ള വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്കാണ് മറ്റൊരു റോപ്പ് വേ ആലോചിക്കുന്നത്. ചാലക്കുടി ആനമല റോഡിലും ഒരു റോപ്പ് വേ പദ്ധതി നടപ്പാക്കും. പാലക്കാട് നെന്മറയിൽ നിന്ന് സഞ്ചാരികളുടെ സ്വപ്ന കേന്ദ്രമായ നെല്ലിയാമ്പതിയിലേക്ക് റോപ്പ് വേ പദ്ധതി പർവ്വതമാല പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മണ്ണാർക്കാടു നിന്ന് മുക്കാലിയിലേക്കുള്ള റോപ്പ് വേയാണ് മറ്റൊന്ന്. നെല്ലിയാമ്പതിയിൽ നിന്ന് മറ്റൊരു ടൂറിസ്റ്റ് കേന്ദ്രമായ പറമ്പിക്കുളത്തേക്കും ഒരു റോപ്പ് വേ വരും. എറണാകുളത്തെ മണപ്പാട്ടുചിറയിൽ നിന്ന് മലയാറ്റൂരിലേക്കുള്ള റോപ്പ് വേ പദ്ധതിയും തീർത്ഥാടകരെ കൂടി ലക്ഷ്യം വെച്ചുള്ളതാണ്. ഇങ്ങനെ 24 പദ്ധതികളാണ് പർവ്വതമാല പദ്ധതിയിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും റോപ്പ് വേ പദ്ധതി വരും. ഇവ ടൂറിസം സാധ്യതകളെ വലിയ തോതിൽ വളർത്തും. നിലവിൽ ഉത്തരേന്ത്യൻ വിവിധയിടങ്ങളിൽ റോപ്പ് വേ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. യുപിയിലെ വാരണാസിയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ആദ്യ കമേഴ്ഷ്യൽ റോപ്പ് വേയാണ് ഇവയിലൊന്ന്. 3.75 കിലോമീറ്ററാണ് ഈ റോപ്പ് വേയുടെ നീളം. വാരണാസി കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷനും ഗോദോവ്വിയെ ചൗക്ക് തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന ഈ റോപ്പ് വേക്കിടയിൽ 5 സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും.